ദുരിതപർവങ്ങൾ തീർന്ന വിജയകൃഷ്ണൻ സന്തോഷവാനായി പൊൻകുന്നത്ത് കഴിയുന്ന കാലത്താണ് കൃഷ്ണപ്രസാദ് അവിടെ ചെല്ലുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ കൃഷ്ണപ്രസാദിന് ഇവനെ ഇഷ്ടമായി. പ്രഥമ ദർശന പ്രണയം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലൊരിഷ്ടം. സിജി വിശ്വനാഥിൻ്റെ വീട്ടിലെ കൊച്ചുകുട്ടിക്ക് പോലും അനുസരിപ്പിക്കുവാനാകുന്ന വിജയകൃഷ്ണൻ എന്തുകൊണ്ടും തൻ്റെ തറവാട്ടിലേക്ക് അഭികാമ്യൻ തന്നെയാണ് എന്ന് കൃഷ്ണപ്രസാദിന് തീർച്ചയുണ്ടായിരുന്നു. 9.5 അടി ഉയരവും അതിന് തക്ക ശരീരവും എല്ലാമുള്ള ഈ 43കാരൻ അങ്ങനെ ദിവസങ്ങൾക്കുള്ളിൽ ഈ തറവാട്ട് മുറ്റത്തെത്തി. അല്ല, വീട്ടുകാരുമായിട്ടൊക്കെ ഇവനെങ്ങനെ കുഴപ്പമൊന്നുമില്ല, പാവം മര്യാദക്കാരനാണ്. എല്ലാവരുമായിട്ടും ലോഹ്യോ തീറ്റ കൊടുക്കാൻ വിളിക്കും അവൻ. നമ്മൾ അതിലിങ്ങോട്ട് നടക്കുമ്പോഴേ ഒച്ച ഉണ്ടാക്കി എടുത്തു കൊടുക്കാൻ. ചോറല്ല, ഈ പനങ്കോട്ടയൊക്കെ എടുത്തു കൊടുക്കാനായിട്ട് വിളിക്കും. ഇതുപോലെ ഒച്ച ഉണ്ടാക്കുക നമ്മളെ കാണുമ്പോൾ, അന്നേരം എടുത്തു കൊടുക്കും. ഇവിടെയുള്ള ആളുകളായിട്ടൊക്കെ എങ്ങനെ? ആരോടും വഴക്കൊന്നുമില്ല, എല്ലാവരും കൊടുത്താലേ അവൻ മേടിച്ച് തിന്നോളൂ. ഇപ്പോൾ ഈ വീട്ടിലെ സ്നേഹവും ലാളനയും അറിഞ്ഞ് ജീവിക്കുകയാണ്. തടിപ്പണിക്കൊന്നും വീട്ടുകാർ വിടാറില്ല. ഉത്സവങ്ങളാണ് പ്രധാനം. ആലപ്പുഴയിലുള്ള ചില റിസോർട്ടുകളിൽ അതിഥികളെ സ്വീകരിക്കുവാൻ ഇവനും മോഡിയോടെ പോകാറുണ്ട്. നല്ല സുഖമുള്ള ഒരു പരിപാടിയാണത്. വിദേശികളുടെ തട്ടും തലോടലും ചില ടിപ്പുകളുമെല്ലാം കിട്ടും. വലിയ ദേഹാധ്വാനവുമില്ല. ഈ വീട്ടിൽ ഇവന് സ്വാതന്ത്ര്യങ്ങളേറെയാണ്. അടുക്കളമുറ്റത്ത് ചെന്ന് കൈനീട്ടുകയും ആവശ്യമുള്ളത് വാങ്ങി അകത്താക്കുകയും ചെയ്യും. ഈ തറവാട്ടിലെ മറ്റൊരംഗമായ സീതാരാമനോടും പിണക്കമില്ല, പരിഭവമില്ല. ഈ സൗഭാഗ്യങ്ങൾ തുടരണമേ എന്ന പ്രാർത്ഥന മാത്രം. ഇവിടെ വന്ന ശേഷം ലഭിച്ച ചില ചികിത്സയും കൂടി ആയപ്പോൾ മുൻകാലിൻ്റെ എല്ലാ കുഴപ്പങ്ങളും മാറി. ഗോപകുമാറാണ് വിജയകൃഷ്ണന്റെ പാപ്പാൻ. ഇവിടെ വന്നിട്ട് ചെയ്യാനുള്ള 1 വർഷമായി. എവിടെ നേരത്തെ പല ആനകളെ കയറിയിട്ടുണ്ട്. ഇപ്പോൾ വന്നിട്ട് ഈ വർഷം ധ്യാനം കൊടുത്തതാണ്. അല്ല, ഈ ആന ഇതിനു മുമ്പ് എവിടെ ആയിരുന്നു? ഞാൻ കാഞ്ഞിരപ്പള്ളി അല്ലേ, നാട്ടാനായിരുന്നു. അതിൻ്റെ പിന്നെ പ്രത്യേകതകളൊക്കെ ഒന്ന് പറയാം. പ്രത്യേകത പറയാൻ അങ്ങനെ പറയാൻ അല്ല, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, ശാന്തമായിട്ടുള്ള വഴക്കമൊന്നുമില്ലാത്ത ആനയാണ്. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ആർക്കും ചട്ടപ്രമാണങ്ങളൊന്നും കൂടാതെ ഒപ്പം നടത്തിക്കുവാനാകുന്ന ഇവന്റെ സവിശേഷതയെ എത്ര വാഴ്ത്തിയാലാണ് മതിയാവുക? വിജയകൃഷ്ണന് ഞങ്ങൾ എല്ലാ ഭാവുകങ്ങളും നേരുന്നു.